സുധീഷ്, അന്താരാഷ്ട്ര തലത്തിൽ വളരെ വലിയ സംഭവവികാസങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഇപ്പോൾ നേപ്പാളിൽ ഇതാ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു. അവിടുത്തെ സർക്കാർ രാജിവെക്കുന്നു, പ്രധാനമന്ത്രി രാജിവെക്കുന്നു. അവിടെ പാർലമെൻറ്റും മറ്റ് കെട്ടിടങ്ങളൊക്കെ കത്തിക്കുകയാണ്. അങ്ങനെ വലിയ ജൻസി പ്രക്ഷോഭം ആണ് നടക്കുന്നത്. അപ്പോൾ രസകരമായൊരു കാര്യം, ഇവിടെ ഇന്ത്യയിൽ ചില പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അതായത് നേപ്പാൾ, ശ്രീലങ്ക, ജപ്പാൻ, അടുത്തത് ഇന്ത്യ എന്നുള്ള ചിന്തയോടുകൂടി വരുന്ന പലരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് തോന്നുന്നു? മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞ് തന്നെ തുടങ്ങാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജൻസി പ്രക്ഷോഭം വന്നതിൻ്റെ ഒരു നാൾ വഴി നോക്കിക്കഴിഞ്ഞാൽ തുടങ്ങുന്നത് നേപ്പാള് നവ മാധ്യമങ്ങളെ നിരോധിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ്. നവമാധ്യമങ്ങളെ നിരോധിച്ചത് എന്തുകൊണ്ടാണെന്ന് ആരും പറഞ്ഞില്ല. നവമാധ്യമങ്ങളെ നിരോധിച്ചതെന്ന് പറഞ്ഞാൽ ഒരു കലാപ ആഹ്വാനം അതിൻ്റെ അകത്ത് ഉണ്ടാവുകയും ദേശവിരുദ്ധതയെ ജനറലൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലാവസ്ഥ നവമാധ്യമങ്ങളിലെല്ലാം വരുന്നത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നവമാധ്യമങ്ങളെ ബാൻ ചെയ്തത്. നമ്മള് ഒരാൾ ദേശവിരുദ്ധത പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ബാക്കിയുള്ളവരെല്ലാം അതിനെ എതിർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചിന്ത സപ്രസ്സായി പോകും. ദേശവിരുദ്ധത പറയുന്നതിന് പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് മുമ്പോട്ട് വരികയും അതിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എന്താ അങ്ങനെ പറഞ്ഞാൽ എന്ന ഒരു ലൈനിൽ വന്നു കഴിഞ്ഞാൽ അത് ജനറലൈസ് ആയിപ്പോവും, നോർമലൈസ് ആയിപ്പോവും. ആ കളി മുന്നേ കണ്ടിട്ടാണ് നേപ്പാൾ ഇതിനെ ബാൻ ചെയ്യുന്നത്. അങ്ങനെ ബാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇവർക്കൊരു കാരണം കിട്ടിയത്. ഇവിടെ നേപ്പാളിൽ നവമാധ്യമങ്ങളെ ബാൻ ചെയ്തതായിരുന്നു കാരണമെന്നുണ്ടെങ്കിൽ ഇന്തോനേഷ്യയിൽ അവിടെ ഇപ്പോൾ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്തോനേഷ്യയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MP-മാരുടെ ഇത് ശമ്പളം കൂട്ടി എന്ന് പറഞ്ഞിട്ടാണ് അവിടെ കലാപം നടക്കുന്നത്. ഇന്തോനേഷ്യ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ഇതാണ്. അതും അവിടെയും അമേരിക്കയുടെ കൈയാണ്, നേപ്പാളിലും അമേരിക്കയുടെ കൈയാണ്. ഇന്തോനേഷ്യ ഒന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ നേപ്പാളിലേക്ക് വരാം. മലാക്ക സ്ട്രെയ്റ്റിൽ ഭാരതം പെട്രോളിങ്ങിന് അനുവാദം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സിംഗപ്പൂർ ഇപ്പോൾ അതിന് അനുവാദം ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട്. മലാക്ക സ്ട്രെയ്റ്റിൽ പട്രോളിംഗ് നടത്തുന്നത് 4 രാജ്യങ്ങളാണ്: മലേഷ്യ, ഇന്തോനേഷ്യ, തായ്ലൻഡ്, സിംഗപ്പൂർ. ആ കൂട്ടത്തിലേക്കാണ് ഇന്ത്യൻ നേവി അവിടെ ചെന്ന് കയറുന്നത്. മലാക്ക സ്ട്രെയ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നവർ ഇന്ത്യൻ ഓഷ്യനെയും പസഫിക് ഓഷ്യനെയും കൺട്രോൾ ചെയ്യും. അത് തമ്മിലുള്ള കച്ചവടമാണ് അവിടെ കൺട്രോളിലാവുന്നത്. ഒരേ സമയം ചൈനയ്ക്കും അമേരിക്കയ്ക്കും പലർക്കും ഉള്ളൊരു ചെക്കാണത്. ഇന്തോനേഷ്യ ഇപ്പോൾ ഇരിക്കുന്നത് ചൈനീസ് ഭരണകൂടമാണ്. ആ ഭരണകൂടത്തെയാണ് ഇപ്പോൾ അട്ടിമറിക്കാനായിട്ട് അവിടെ കലാപം നടക്കുന്നത്. നേപ്പാളിൽ വന്ന് ഇപ്പോഴത്തെ ഈ കലാപം കൊണ്ട് ഒരേ സമയം ചൈനയ്ക്കും ഇന്ത്യക്കും ചെക്ക് വയ്ക്കുന്ന പരിപാടിയാണത്. അപ്പോൾ അമേരിക്കയുടെ ഇടപെടലുണ്ട് അവിടെ? തീർച്ചയായിട്ടും അമേരിക്കയുടെ ഇടപെടൽ ഇല്ലാതെ നടക്കില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപുലേഖ് എന്ന് പറയുന്ന ഒരു ചെക്ക് പോസ്റ്റ് വഴി ഇപ്പോൾ ഇന്ത്യ ചൈന ട്രേഡ് നടക്കാനായിട്ട് ഇതുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നേപ്പാൾ അവിടെ ഒരു ക്ലെയിം ഉള്ള ഒരു സ്ഥലമാണ് ലിപുലേഖ്. ആ ക്ലെയിമിനെ ഓൾമോസ്റ്റ് അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത് ചൈനയും ഇന്ത്യയുമായിട്ട് ലിപുലേഖ് വഴിയുള്ള, അതായത് വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ഔട്ട് പോസ്റ്റ് വഴിയാണ് കരമാർഗമുള്ള ട്രേഡ് ഇന്ത്യയും ചൈനയും കൂടെ തുറക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതിലൊന്നാണ് ലിപുലേഖ്. നേപ്പാൾ അതിർത്തിയും കൂടെയാണ്. ഇന്ത്യ നേപ്പാൾ ചൈന അതിർത്തിയാണ്, ചൈനയല്ല ടിബറ്റ് അതിർത്തിയാണ് ലിപുലേഖ്. അതിൻ്റെ ബാക്കിയായിട്ടാണ് ഇപ്പോൾ ഈ പ്രക്ഷോഭം കൂടെ വന്നിരിക്കുന്നത് എന്ന് വേണം പറയാനായിട്ട്. കാരണവുമുണ്ട്. ഈ നേപ്പാളിൽ ഇപ്പോൾ ഉള്ള പ്രോ കമ്മ്യൂണിസ്റ്റ് നക്സലൈറ്റ് സർക്കാരിനെ അല്ലെങ്കിൽ മാവോയിസ്റ്റ് സർക്കാരിനെ താഴെ ഇറക്കി കഴിഞ്ഞിട്ട് അമേരിക്കൻ പാവ സർക്കാരിനെ അവിടെ വെച്ചിട്ട് വേണം ആ നേപ്പാളിനെ ഒരു ഗാസയാക്കി ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയ്ക്ക് കൊണ്ട് നിർത്താനായിട്ട്. അതാണ് അമേരിക്കയുടെ താല്പര്യം. വളരെ സിമ്പിളാണ്. ബംഗ്ലാദേശിലൊരു പാവ, നേപ്പാളിലൊരു പാവ. ഇത് രണ്ടും ഗാസയാണ്. അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാം. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു പാകിസ്ഥാൻ ഒരു പാവ, പടിഞ്ഞാറ്, ഇപ്പുറത്ത് വടക്ക് കിഴക്ക് 2 പാവമാരായി. ഇപ്പോൾ ബംഗ്ലാദേശ്, നേപ്പാള്. എങ്ങനെയുണ്ട്? രസമല്ലേ? അതെ.